പത്മജ മേനോൻ എറണാകുളം സൗത്തിലെ കൗൺസിലർ എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ജേർണലിസ്റ്റിക് കരിയറിനെ കുറിച്ച് അധികം അറിയില്ല. ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ. ഇന്റർവ്യൂവിന്റെ കാലത്ത് ഒരുപാട് പ്രശസ്തരുമായി കണ്ടുമുട്ടിയ അനുഭവങ്ങൾ അതെന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ? ഓർത്തെടുക്കുകയില്ല. ദിവസവും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ധാരാളം അമ്മമാരെ, അച്ഛന്മാരെയൊക്കെ ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി കണ്ട് അവരോടൊപ്പം ഡാൻസും പാട്ടൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം ഞാനൊരു ഓർക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ തിലകൻ. അല്ലെങ്കിൽ ഞാൻ സ്പീക്കറായിട്ട് പോകുന്ന വലിയ വലിയ ആൾക്കാരുടെ റോട്ടറി ഇന്നർവ്യൂവിൻ്റെ ഡിസ്ട്രിക്ട് ചെയർമാൻ, അതായത് എറണാകുളം മുതൽ ആം, ഊട്ടി വരെയാണ് ഒരു ഡിസ്ട്രിക്റ്റ്. അതിൻ്റെ ചെയർമാനായിരിക്കുന്ന സമയത്ത് ക്ലബ്ബുകളിൽ പോകുമ്പോൾ വലിയ വലിയ പ്രശസ്തരായ വ്യക്തികളുണ്ട്. അവിടെയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു തുടങ്ങാം. തിലകൻ ചേട്ടൻ ഒരിടയ്ക്ക് പാരാലിസിസ്, തളർവാദം പോലെ വന്ന് കിടന്നു. അതിനു മുമ്പ് അദ്ദേഹം ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് കോമ, ക്ലിനിക്കലി ഡെഡായി. അപ്പോൾ ഇനി പുറത്തു വരുന്ന അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണ്. അപ്പോൾ ഓരോരുത്തരെ കയറ്റി കാണിക്കുകയാണ് ICUവിൻ്റെ ഉള്ളിലേക്ക്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആദ്യത്തെ പുത്രനാണ് അദ്ദേഹം. ഇങ്ങനെ ബെയർ ചെസ്റ്റഡായിട്ട് കിടക്കുകയാണ്. കുറേ ഇതൊക്കെ സാധനങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ വന്ന മോനെ തിലക അങ്ങനെ കരയാണേ. ആദ്യത്തെ നമ്മളുടെ ഇതനുസരിച്ച് പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്നാണ് നമ്മളുടെ ഇതിലൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ വന്ന് കരയാണ്, ഭയങ്കരമായിട്ട് കരഞ്ഞു. ഇതുവരെ പോകും, ഡോറ് വരെ പോകും, പിന്നെയും തിരിച്ചു വരും. മോനെ തിലക തിലക എന്ന് ഇങ്ങനെ നെഞ്ച് തടവി തടവി കരയും. അപ്പം അദ്ദേഹം പറയുന്നത്, കാരണം അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്നത് മകൻ്റെ മൃതശരീരമാണ്. പക്ഷെ അദ്ദേഹത്തിനുള്ളിൽ കോൺഷ്യസ് ആയിരുന്നു. അദ്ദേഹത്തിന് അമ്മയെ അമ്മയെന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് ഉള്ളിക്കിടന്ന്. പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കൈയെടുത്ത് അമ്മയുടെ കയ്യിൽ ഇങ്ങനെ തടവണമെന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ അമ്മയെ ഫീൽ ചെയ്യണമെന്ന്. അമ്മയുടെ സ്കിൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കൈ പൊങ്ങുന്നില്ല, ഇങ്ങനെ ആഞ്ഞു പൊക്കുന്നുണ്ട്, പക്ഷെ കൈ പൊങ്ങുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇങ്ങനൊരു രംഗത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല, സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആലോചിച്ചിട്ടില്ല, സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സാധാരണഗതിയിൽ അമ്മ ആദ്യം പോകും, അങ്ങനെയാണല്ലോ. പിന്നെ എനിക്ക് സമയം വേണമെങ്കിൽ ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം വരുന്നു, ഞാൻ ആശുപത്രിയിൽ കിടക്കുന്നു, അമ്മയെ അമ്മയെന്ന് ചങ്ക് പൊട്ടി വിളിക്കുമെന്നും അമ്മയുടെ കേൾക്കൂലെന്നും അമ്മയുടെ കൈ തിരുമ്മിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു, പക്ഷെ അമ്മ അറിയുന്നില്ല എന്നുമുള്ളൊരു രംഗത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സമയമുണ്ടായിരുന്നു ബൂസ് പാർട്ടിക്ക് വേണ്ടി, അതായത് ഡ്രിങ്ക്സ് അടിക്കാനായിട്ട് കൂട്ടുകാരുമായിട്ട് ചേർന്ന്. ഉദ്ഘാടനങ്ങൾക്ക് സമയമുണ്ടായിരുന്നു, അഭിനയിക്കാൻ സമയമുണ്ടായിരുന്നു. അമ്മയുടെ വീട്ടിൽ പോയിരുന്ന അമ്മയുടെ കൈയെടുത്ത് പിടിച്ച് ഒന്ന് തടവി അമ്മേ അമ്മേ എന്ന് വിളിക്കാനും അമ്മയെ ചേർത്ത് പിടിക്കാനും എനിക്കന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ. ഏഷ്യാനെറ്റിലാണ് ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ ഞാനും കരഞ്ഞു. എനിക്കൊരു കാര്യം മതി കരയാനും കേട്ടോ. നവരൊക്കെ രസങ്ങളും ഞാൻ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. അതിനാണല്ലോ ദൈവം നവരസം തന്നേക്കണം. ഒരൊറ്റ നിർവികാരത എന്നുള്ള രസം മാത്രം. അതാണ് നമ്മുടെ നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഞാൻ സിനുജിയോട് പറഞ്ഞത്. നമ്മുടെ ചില കൂട്ടുകാരന്മാർക്കുള്ള രണ്ടേ ക്രൂരതയും നിസ്സംഗതയും. അപ്പോൾ എന്താണ് പൊട്ടി പൊട്ടി കരയാ. ഞാൻ നോക്കുമ്പോൾ ക്യാമറ മുഴുവൻ എൻ്റെ മുഖത്തേക്ക്. ഗസ്റ്റാണ് അദ്ദേഹം. നമ്മൾ ഇതിൽ പോകുമ്പോൾ കമേഴ്ഷ്യൽ ലൈവാണ് കേട്ടോ. കമേഴ്ഷ്യലിൽ പോകുമ്പോൾ കൺസോളിൽ നിന്ന് കൺസോളിലേക്ക് ഞാൻ പറഞ്ഞു, എന്താണിത്, നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇരുന്ന് കരയുന്നു, തിലകനെ പോലെ ഒരു പ്രതിഭാധനായ ഒരു വ്യക്തി ഇരുന്ന് കരയണു ലൈവായിട്ട്, നിങ്ങൾ ക്യാമറ മുഴുവൻ എൻ്റെ നേരെ വെച്ചേക്കെന്താ? തിലകൻ സാറ് കരയുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ ആങ്കർ ഇരുന്ന് പൊട്ടിക്കരയുന്നത് ആരും കണ്ടിട്ടില്ല. അതെനിക്ക് തിലകൻ സാർ എന്നോട് പറയാനേ, ഇതെങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സാറേ അത് അഭിനയമൊന്നുമല്ല, നിങ്ങൾ കരഞ്ഞല്ലോ, അത് അഭിനയമല്ല, സാറിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ്, അത് അഭിനയമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല, ഇതിങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, എൻ്റെ പ്രേക്ഷകരെ ഞാൻ എങ്ങനെ കയ്യിലെടുത്തു? ഞാൻ സാറേ വേണ്ട. അപ്പം അദ്ദേഹം ശരിയാണ്, അതെൻ്റെ മനസ്സിൽ തട്ടി വന്ന കണ്ണീരാണ്, ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ എന്നും തട്ടി നിൽക്കുന്ന കാര്യമാണ്. അതോടനുബന്ധിച്ചൊരു കാര്യം പറയട്ടെ. കുന്നംകുളത്തൊരു ക്ലബിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയി. അവിടെ മുഴുവൻ ഡോക്ടർമാരാണ് ആ ക്ലബിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒഫീഷ്യൽ വിസിറ്റിന് ഈ കഥ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കഥയെല്ലാം നടന്ന കാര്യമാണ് തിലകൻ ചേട്ടൻ്റെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കോളിന് വേണ്ടി, അവരൊക്കെ വിദേശത്തായിരിക്കും, ഇന്ന ദിവസം ഇന്ന സമയത്ത് വിളിക്കുള്ളൂ എന്ന് അറിയാം, എങ്കിൽ പോലും ഓരോ ഫോൺ കോൾ അടിക്കുമ്പോഴും നിങ്ങൾ ഇടീ വേഗം എടുക്കുക, മോനായിരിക്കും അല്ലെങ്കിൽ മോളായിരിക്കും, നിങ്ങൾക്കറിയാം ആ സമയത്ത് വിളിക്കില്ല എന്ന്. അതുപോലെ തന്നെയല്ലേ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നത്, നിങ്ങൾ വിളിക്കാറുണ്ടോ? നിങ്ങൾ ചോദിക്കും, എന്ത് പറയാനാണ് ഈ കളവനോടും കളവിയോടും നിങ്ങൾ വിചാരിക്കും. നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, അച്ഛാ ഇന്ന് അമ്മ ഉണ്ടാക്കി ഇഡ്ഡലി ഉണ്ടമ്പൊരി പോലെ ഇരുന്നിരുന്നോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചോ, അമ്മ ഇന്ന് സാരിയാണോ മുണ്ടും ഇഷ്ടമാണോ, യു ക്യാൻ സ്റ്റാർട്ട് എ കോൺവെർസേഷൻ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോണു.
ഐ ഗോട്ട് സോ അപ്സെറ്റ്. ചെയർമാൻസ് ഒഫീഷ്യൽ വിസിറ്റിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോ ഈ മീറ്റിംഗ് ഒന്ന് കഴിയട്ടെ, ഞാൻ ഇവന്മാരെയൊക്കെ പിടിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട്, മാഡം പറഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടേഴ്സാണ്, കോൾ വന്ന് പോകും. ആ മിനിറ്റിൽ തന്നെ ഞങ്ങൾക്ക് അച്ഛനെയും അമ്മയും വിളിക്കണമെന്ന് തോന്നി. എത്ര നാളായി വിളിച്ചിട്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കാടാ എന്തെങ്കിലും വിശേഷമുണ്ടോ, അമ്മ ചോദിക്കുക എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ മോനെ, നീ എന്താണ് ഇപ്പോൾ വിളിക്കുന്നത് ഈ സമയത്തുനിന്ന്. അപ്പോഴാണ് അവർ ഞങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി എത്രമാത്രം കാത്തിരുന്നു. അങ്ങനെ കുറേ പേരെ തിലകൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞ് അച്ഛനെയും അമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കാവ്യ മാധവനില്ലേ, കാവ്യ മാധവൻ പെരുമഴക്കാലത്ത് എന്നൊരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഗസ്റ്റായിട്ട് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഈ സിനിമയ്ക്ക് മോൾക്ക് ഉറപ്പാണ്, അവാർഡ് ഉറപ്പാണ്, ചേച്ചി നാക്ക് പൊന്നായിരിക്കട്ടെ, എന്താണ് എനിക്ക് അവാർഡ് കിട്ടുകയാണെങ്കിൽ ചേച്ചി തീർച്ചയായിട്ടും വിളിക്കും. അവാർഡ് കിട്ടി എന്നെ വിളിക്കുകയും ചെയ്തു കേട്ടോ കുട്ടി. എന്താണ് അപ്പം എന്നോട് പറയാൻ കേട്ടോ, നമ്മുടെ നയനാരംഗിളില്ലേ SFIയുടെ നയനാരംഗിളോ, എന്താ മോളെ SFIയിലെ നയനാരംഗിൾ എന്ന് പറഞ്ഞ ചേട്ടനല്ലേ. അപ്പം എനിക്ക് ക്ലിക്ക് ചെയ്യുന്നില്ല, നമ്മുടെ നയനാർ സാറിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. SFIയുടെ നയനാർ ചേട്ടൻ എന്ന് പറയുമ്പോഴേ അല്ല ആ കമ്മ്യൂണിസ്റ്റ് ഓ നമ്മുടെ CPMൻ്റെ മുഖ്യമന്ത്രി നയനാർ സാറിനെ കുറിച്ചാണ്. അപ്പം മോളുടെ അഭിപ്രായത്തിൽ കരുണാകരൻ ചേട്ടൻ KSUവിൻ്റെ നേതാവായിരിക്കുമല്ലേ. ചേച്ചി എനിക്ക് ഇത് വലിയ വാക്കുകളൊന്നും വരില്ല ചേച്ചി, എൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇങ്ങനെ വലിയ വലിയ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒന്നും വരില്ല. അപ്പം SFI KSU എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാണല്ലോ. അതാണ് അത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ കാവ്യ മാധവൻ എന്ന് പറഞ്ഞത്. അതുപോലെ ഞാൻ ജേർണലിസ്റ്റ് ആയിരിക്കുന്ന സമയത്താണ് ചിത്രയ്ക്ക് മഞ്ഞൾ പ്രസാദവും എന്നുള്ള ഇത് കിട്ടി, അവാർഡ് കിട്ടിയിട്ട്. അപ്പം എന്നെ വിട്ടു, തിരുവനന്തപുരത്ത് ചെന്നൈയിലേക്ക് വിട്ടു. അപ്പോൾ ഒരു സാധാരണ നീല സൽവാറും ഒരു വെള്ള ദുപ്പട്ട ഇട്ടിട്ടുണ്ട്. ഞാനെന്ന് തോന്നുന്നു ആദ്യം ഓടിക്കതച്ച് അവിടെ എത്തിയത്. അപ്പോൾ എന്താണ് വെള്ള ദുപ്പട്ടയിൽ കീറല്. അപ്പം ഞാൻ ഫോട്ടോ എടുക്കുക, ഞാൻ ഫോട്ടോ ജേർണലിസ്റ്റായി, ഞാൻ തന്നെ എൻ്റെ സപ്പോർട്ടിങ് ഫോട്ടോസും എടുക്കും. ഞാൻ പറഞ്ഞു മോളെ ഇതൊന്നും മാറ്റിവെക്കും. അതൊന്നും സാരില്ല ചേച്ചി. ഞാൻ അല്ല എന്നാലും മോള് നല്ല വലിയ ഗായികയൊക്കെ അല്ലേ, അപ്പം കീറിയ ദുപ്പട്ടയൊക്കെ ഇട്ട് നിൽക്കുന്ന അതൊന്നും ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോട്ടോന് ആ കുട്ടി പോസ് ചെയ്ത് തന്നു. ഞാൻ പറയാണ് വളരെ സിമ്പിളായിട്ടുള്ള ധാരാളം പേരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യം എങ്ങനെയാവും എനിക്ക് അറിഞ്ഞൂടാ. ദിലീപ് എൻ്റെ ഗസ്റ്റായിട്ട് വന്നു, പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ ചൂടനാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ, മഞ്ജു പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അല്ലല്ല അവർ നന്നായി പോകുന്ന സമയത്ത് കേട്ടോ, എന്താണ് ഞാൻ തന്നെ പഠിക്കുന്നു. കൺസോളിൽ നിന്ന് ഡയാന സിൽവസ്റ്ററാണ് അന്ന് പ്രൊഡ്യൂസർ. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയണത്, അങ്ങനെ എഴുന്നേറ്റ് പോകും, അങ്ങനെയൊക്കെ ദേഷ്യം വന്നാൽ അങ്ങനെയാണ്. അപ്പം എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ, ഈ ചെവി കൂടെ എന്നിട്ട് വഴക്കമുള്ള മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ മിണ്ടാണ്ട് സ്ട്രേറ്റ് ഫേസ് വെച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പം പിന്നെ ഞങ്ങളുടെ ഇൻ്റർവ്യൂ നടന്നു പോയി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ദിലീപ് പോയപ്പോൾ എന്നോട് ഡയാന പറയായിരുന്നു, മഞ്ജു അഭിനയം നിർത്തിയ സമയത്ത് ഇനി കുറേ വഴക്കം കിട്ടി കേട്ടോ. കമേഴ്ഷ്യൽ ബ്രേക്കിന് പോയപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കുന്നത് ഭയങ്കര ഈഗോയിസ്റ്റിക്കാണ്, അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അദ്ദേഹം മഞ്ജുവിനെ കൊണ്ട് അഭിനയം നിർത്തിപ്പിച്ചല്ലോ എന്നൊക്കെ. അത് കഴിഞ്ഞ് ഡയാന എന്നോട് പറയായിരുന്നു, മഞ്ജു അഭിനയം നിർത്തിയ സമയത്ത് ഷീ വാണ്ടഡ് ടു ഡു എ ഡോക്യുമെൻ്ററി ഓൺ മഞ്ജു. അപ്പം മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരും മഞ്ജുവിനെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളും എന്താണ് അതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്പിങ്സൊക്കെ വെച്ച് ഡയാന വലിയ അറിയാമല്ലോ, എന്താണ് പ്രൊഡ്യൂസറാണ്. അപ്പം പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ TV ഡയറക്ടറാണ് കേട്ടോ. വായനക്കാരുടെ അറിവിലേക്കില്ല, കേൾവിക്കാരുടെ അറിവിലേക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നടക്കുകയായിരുന്നു ഐലൻഡിലെ ഒരു വേദിയിൽ വെച്ച്, ഒരു ഫിലിം ഫെയറിൻ്റെ അങ്ങനെ എന്തിൻ്റെ ഒരു അവാർഡ് നടക്കുമ്പോൾ മഞ്ജുവിനോട് പുറകിൽ നിന്ന് ഡയാന ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മഞ്ജു ഇങ്ങനെ കാണിക്കുക, വേണ്ട ഒന്നും മിണ്ടല്ലേ, ഇപ്പോൾ ഒന്നും മിണ്ടല്ലേ എന്നുള്ള പോലെ കാണിക്കുക. അപ്പം അങ്ങനെ ആ കുട്ടിക്ക് പേടിയായിരുന്നു ആ കുട്ടിയുടെ കഴിഞ്ഞു പോയ ആ നല്ല കാലങ്ങളെക്കുറിച്ച് സംസാരിക്കാനും എന്തൊരു എലിവേറ്റഡ് ലെവലിലാണ് ആ കുട്ടി നിന്നിരുന്നതെന്നതിനെക്കുറിച്ച് പിന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ വരുന്നതിനെക്കുറിച്ചും ആ കുട്ടിക്ക് പേടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഉദയനാണ് താരം, മീനയല്ലേ അതിൽ അഭിനയിച്ചത്. അപ്പോൾ ഗസ്റ്റായിട്ട് ശ്രീനിവാസൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വലിയ ഗായകനാണല്ലോ വിനീത് ശ്രീനിവാസൻ. അപ്പോൾ വിജയരാഘവൻ്റെ ആണെന്ന് തോന്നുന്നു, മകനും ഇദ്ദേഹവും കൂടെ ഒന്ന് ഏറ്റുമുട്ടി എന്ന് പറഞ്ഞാൽ യുവജനോത്സവ വേദിയിൽ ഏറ്റുമുട്ടി, പദ്യം ചൊല്ലലിനോ അങ്ങനെ എന്തിനോ. അപ്പം ഞാൻ ശ്രീനിവാസൻ സാറിനോട് ചോദിച്ചു, സാർ
മക്കള് തമ്മിൽ ഇങ്ങനെ ഒരു എന്താണ് മത്സരം അല്ലേ? മത്സരം. സാർ എങ്ങനെയാണെന്ന്. അതെ, നിങ്ങൾ എൻ്റെ മകനെ പറ്റി ചോദിക്കാനാണോ? ഇല്ലാത്ത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്ന് സിനിമ എക്സ്പേർട്ട് ആകട്ടെ. ഇല്ലാത്ത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ. അത് പാട്ട് മത്സരത്തിൽ ആർക്കേ ജയിക്കാൻ പറ്റുള്ളൂ. ആര് ജയിച്ചാലും അവർക്ക് തമ്മിൽ പ്രശ്നമില്ല. ഇല്ലാത്ത പ്രശ്നം എൻ്റെ വായിൽ നിന്ന് വീഴ്ത്തിയിട്ട് നിങ്ങൾ അതിൽ നിന്നൊരു മുതലെടുപ്പ് നടത്തണ്ട. നമുക്ക് ഉദയനാട് താരത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് എൻ്റെ ഈ രൂപം വെച്ചിട്ട് സിനിമയിലേക്ക് വന്നത്, ഞാൻ എങ്ങനെ അതിൽ ആക്സെപ്റ്റഡ് ആയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഞാൻ സാറ് നൃത്തം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര കോമിക്കോള കാണുന്ന പോലെയാണ്. അപ്പം നിങ്ങളെ ചിരിപ്പിക്കുകയും വേണ്ടേ? എപ്പോഴും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങൾക്ക് ചിരിച്ചിരിക്കാനുള്ളൊരു അവസരവും കൂടെ ഞങ്ങൾ തരണ്ടേ? പവിഴമല്ലി പൂ. അതെ അതെ അതെ, അത് ഒരു ടാലന്റ് അല്ലേ അല്ലേ, ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള കുറേ രസകരമായ അനുഭവങ്ങൾ ഉണ്ടായി. നമ്മൾ ചുമന്ന ലൈറ്റ് കത്തി. എന്നാലും ഞാൻ 2 മിനിറ്റ് എടുക്കും. നമ്മുടെ യേശുദാസൻ കാർട്ടൂണിസ്റ്റ് വന്നു. ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റാണ്. അപ്പം അദ്ദേഹം പറയായിരുന്നു ഇ.കെ. നായനാരെ കുറിച്ച് അദ്ദേഹം വരച്ച കാർട്ടൂണുകൾ വെച്ചൊരു പുസ്തകം ഉണ്ടാക്കി. ഇ.കെ. നായനാർക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം അത് നോക്കി, എടോ താൻ എന്തൊക്കെയാണോ, എനിക്ക് ചിരി സഹിക്കാൻ വയ്യ. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, അദ്ദേഹത്തെ വിമർശിച്ചുള്ളത് കൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹം ചിരിച്ചിട്ട് 2-3 പ്രാവശ്യമെങ്കിലും അവിടെ തന്നെ ഇരുന്ന് മറച്ചു നോക്കി അഭിനന്ദിച്ചു എന്ന്. അപ്പം അങ്ങനത്തെ ഒരിത്. അതുപോലെ നമ്മൾ ഷാനിമോൾ ഉസ്മാൻ ഉണ്ടല്ലോ. ഞാൻ രാഷ്ട്രീയത്തിലൊന്നുമില്ല, ഞാൻ ആ സമയത്ത് ജേർണലിസ്റ്റാണ്. ഷാനിമോൾ ഉസ്മാൻ അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ തൻ്റെ അടുത്തോടെ വരുന്ന സമയം. അപ്പം അദ്ദേഹം ഷാനിമോളെ വിളിച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മുഖം കൃത്യമായി കിട്ടുന്നില്ല ചിത്രങ്ങളിൽ നിന്ന്, ഒന്ന് വരാമോ, എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. കാരണം ഈ കാർട്ടൂണുകളിൽ വരുമ്പോഴാണ് അത്രേ ജനങ്ങളുടെ മനസ്സിലേക്കൊരു ഇത് വരിക. അപ്പോൾ അവരെന്തോ ശ്രദ്ധിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഷാനി വന്നിട്ട് ആക്കി. അന്നിപ്പം നമുക്ക് ലൈവായിട്ട് വിളിക്കുകയും ചെയ്യാം. മുരളീധരൻ, കെ മുരളീധരൻ ലൈവ് ഇങ്ങോട്ടേക്ക് വിളിച്ചു. ഞങ്ങൾ വിളിച്ച് കണക്ട് ചെയ്യാണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചു. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞെന്താണ്, പുതിയ ഷർട്ട് മേടിച്ച് 2 കഴുത്ത് ഉണ്ടാക്കുന്നു, ഒന്ന് പോക്കറ്റിൽ തന്നെ, ഒന്ന് ഇവിടെയെങ്കിലും കാണുന്ന പോലെ, പഴയതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ സമയം കഴിയാറായി. എന്താണ്, എടക്കെ വിദ്വാൻ തൃപ്പൂണിത്തറ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇടയ്ക്ക് അത് ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടും ക്ലാസിക്കൽ സംഗീത വേദികളിലൊക്കെ ചെയ്യുന്നതാണ്. അദ്ദേഹം നമ്മുടെ ഗസ്റ്റായിട്ട് വന്നപ്പോൾ യേശുദാസ് സാറിൻ്റെ കൂടെ അദ്ദേഹം വാദ്യം ഇതിന് പോവാറുണ്ട്. വിളിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു, യേശുദാസ് സാറല്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറയാം, ഇതാണ് എൻ്റെ വീട്ടിലെ പ്രശ്നം, ഇപ്പോൾ ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു. ഞാൻ ഞാൻ തന്നെയാണോ സംസാരിക്കണം, അല്ലെങ്കിൽ വിജയാണോ, എൻ്റെ മക്കൾ 3-ാം മക്കളാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പറയും ഒരു പാട്ട് പാടാമെന്ന്, എന്നിട്ടേ കാര്യം പറയുള്ളൂ. ഇപ്പം നിങ്ങൾ തന്നെ വിളിച്ച് കണക്ട് ചെയ്തതല്ലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിനുജി വിശ്വസിക്കില്ല, എത്ര പാട്ടുകളാണ് അദ്ദേഹം പാടിയതെന്നറിയാം ഫോണിൽ കൂടെ. എന്നിട്ട് ഇദ്ദേഹം ഇടയ്ക്ക് വായിക്കുകയാണ്. അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ ആ സ്മരണയിലുള്ള എത്രമാത്രം അദ്ദേഹം കൃഷ്ണദാസ് എന്ന കലാകാരനെ ആദരിക്കുന്നു എന്നുള്ളതാണിത്. അപ്പോൾ യേശുദാസ് ബേബി സുജാത, അതായത് ഇന്നത്തെ ഗായിക സുജാത മോഹനൻ്റെ ഫസ്റ്റ് കസിൻ്റെ മകളാണ്, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ദാസേട്ടൻ അവിടെ വരും. എൻ്റെ ചേച്ചിക്ക് നല്ല ശബ്ദം കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയും, അമ്മായി എന്നാണ് എൻ്റെ അമ്മയെ വിളിക്കുന്നത്, ഡോക്ടറാണ്. ആ അമ്മായിയുടെ മൂത്ത മോളോട് ഇത്തിരി മാന്തലരി കഴിക്കാൻ പറയുമോ, ശബ്ദം നാക്കാൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ട്രൈ ചെയ്യാം കേട്ടോ, നല്ല ശബ്ദം വരണമെങ്കിൽ മാന്തലരി കഴിക്കാമെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മായിയുടെ മോളല്ലേ ആങ്കർ ചെയ്യുന്നേ, അപ്പൊ എൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാവൂലേ, പിന്നെ എന്തിനാണൊന്ന് പാട്ട് പാടാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല സർ, പാട്ട് പാടിയാൽ അദ്ദേഹം ഇവിടെ ഇടയ്ക്ക് വായിക്കുന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ധാരാളം നല്ല നമ്മുടെ മനോജ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടൊരു MP ആയ അദ്ദേഹമുണ്ട് ആലപ്പുഴയിൽ നിന്ന്, ഡോക്ടർ മനോജ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞങ്ങളാണ് കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയും കൂടെ വിളിക്കാൻ, ഞങ്ങളങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ അദ്ദേഹം വളരെ നെർവസ് ആയിരുന്നു. അദ്ദേഹം ഇതിൽ നിന്ന് നേരിട്ട് വരികയായിരുന്നു. അതുപോലെ നമ്മുടെ മരിച്ചുപോയ സംഗീത സംവിധായകൻ യേശുദാസിൻ്റെ ഒക്കെ രവീന്ദ്രൻ, അപ്പോൾ സുജാതയുടെ കസിനാണെന്നൊക്കെ അറിയാം. ശരിക്കും പറയുകയാണെങ്കിൽ ദാസേട്ടനെ പോലെ തന്നെ മികച്ച സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. സംഗീത സംവിധാനത്തിലേക്കും ദാസേട്ടൻ ഗായകനായിട്ടും പോയതാണ്. അപ്പം സുജാതയുടെ കസിനാണെന്ന് ഞാനറിയാം. എനിക്കാണെങ്കിൽ പാട്ടിൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സുജാതയെ പഠിപ്പിക്കാനായിട്ട് മാസ്റ്റർ വരുമ്പോൾ തമ്പൂര് വെച്ചിങ്ങനെ ശ്രുതി ഇടും. അപ്പം ഞാൻ ചോദിച്ചു,
മാഷെ എന്തിനാ ഈ ട്വിങ് ട്വിങ് ശബ്ദം ഉണ്ടാക്കണം, അത് ശ്രുതി കിട്ടാനാ, ഈ ട്വിങ് ട്വിങ്ങിൽ എന്ത് ശ്രുതി കിട്ടും? അപ്പൊ സുജു പറയും, ഇങ്ങനെയൊക്കെ വിട്ടിത്തരം പറയുന്ന കസിൻസിന്റെ ഇടയിൽ നിന്ന് ഞാനിങ്ങനെ വളർന്നൊരു പാട്ടുകാരിയായല്ലോ, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല സുനിജി, ഈ ട്വിങ് ട്വിങ്ങിൽ എങ്ങനെയാണ് ശ്രുതി കിട്ടണേന്ന്. എന്തായാലും ചേച്ചി ഇപ്പൊ ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് എത്ര വർഷം നിന്നു? അതോടെ പ്രേക്ഷകർക്ക് പറയണ്ടേ എത്ര വർഷം, എത്ര കാലം ജോലി ചെയ്തു എന്നൊക്കെ. ഒരു 18 വർഷത്തോളം ഞാൻ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു ആങ്കറായിട്ട്. ഏതോ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാൻ വന്നപ്പോൾ അത് പോയി പോട്ടെ. ഉണ്ടായിരുന്നു. അതിനുശേഷം സൂര്യ ടി വിയിൽ ഉത്തിഷ്ഠത ജാഗ്രത ഗുരു ഉവാച എന്ന് പറഞ്ഞിട്ട് സ്വാമി ചൈതന്യജിയുമായിട്ടൊരു ചോദ്യോത്തര പങ്ക്തി പോലെ നടത്തുന്നുണ്ടായി. 5 കൊല്ലത്തോളം അത് നീണ്ടുപോയി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എനിക്കൊരു വിലയില്ല. പക്ഷേ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് നമ്മുടെ സുപ്രഭാതം ചേച്ചിയല്ലേ, നമ്മുടെ സുപ്രഭാതം. കാരണം അവിടെയൊക്കെ ഈ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ആൾക്കാർ റൊട്ടീനിലേക്ക് പോകുന്നത്. അതുപോലെ ദുബായിലേക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എടാ നമ്മുടെ സുപ്രഭാതം ചേച്ചി വന്നിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ പയ്യന്മാരൊക്കെ ഓടിക്കൂടി നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കല്. ഇവിടെ സുപ്രഭാതം 7 മണിക്ക് ആര് കാണും, നമ്മൾ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല. അതൊക്കെ ഒരു നല്ല ഒരു കാലഘട്ടവും ധാരാളം പേരെ പരിചയപ്പെടാനും അവരുടെ ജീവിത ശൈലിയെക്കുറിച്ചും ജീവിത വീക്ഷണത്തെക്കുറിച്ചും നമുക്ക് അറിയുവാനായിട്ടൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ധാരാളം പേരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. MT വാസുദേവൻ നായരുടെ കഥ നമുക്കത് വേറെ ഒരു കഥയായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ അറിയപ്പെടാത്ത കുറേ മുഖങ്ങളുണ്ട് ചേച്ചിക്കെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് 18-20 വർഷത്തോളം ഇന്റർവ്യൂവർ ആയിട്ടിരുന്ന ആളാണ്. അപ്പോൾ ഇനി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു മുഖവുമായി നമ്മുടെ ABC-യിലേക്ക് തന്നെ ചേച്ചി വരും. ഒപ്പം ചേച്ചിയുടെ പഴയകാല അനുഭവങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് പങ്കുവെക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.